കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞു. ഇനി കുട്ടികളുടെ അതിന്റെ ഓപ്ഷൻ കൊടുക്കേണ്ടതായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും കാര്യങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ കീം എൻട്രൻസ് എക്സാമിനേഷന്റെ എങ്ങനെ ഓപ്ഷൻ നൽകുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കീം എൻട്രൻസ് പരീക്ഷയുടെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള കീമിന്റെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എന്ന് പറയുന്നത് അതിന്റെ ഓപ്ഷനുകൾ നൽകുക എന്നുള്ളതാണ്. അതിന്റെ ഡേറ്റ് വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാര്യങ്ങൾ വരും. ഇനി ഓപ്ഷൻ നൽകുന്നതായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എങ്ങനെ തയ്യാറെടുക്കാമെന്നതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഏറെ ആശങ്കകളൊക്കെ കുട്ടികളും രക്ഷിതാക്കളും പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു തയ്യാറെടുപ്പ്, നല്ലൊരു മുന്നൊരുക്കം ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായാലും ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കും കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതായാലും അതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയിലെ വിജയത്തിന് ശേഷം ഏത് ബ്രാഞ്ച് ഏത് കോളേജ് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. അതനുസരിച്ചാണ് കുട്ടിയുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക. അതുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി രക്ഷിതാക്കളും കുട്ടികളും ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കണ്ട് നല്ലൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേണം എൻട്രൻസ് പരീക്ഷയുടെ അതിനടുത്ത സ്റ്റേജിലേക്ക് നിങ്ങൾ ഓപ്ഷനുകൾ നൽകുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് പ്രവേശനം നേടുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് ഏതാണ്ട് 3 വിഭാഗങ്ങളിലാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി കഴിയും. അത് ഗവൺമെന്റ് മേഖലയിലുള്ള കോളേജുകളുടെ വളരെ ചുരുങ്ങിയ ഫീസിനത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഗവൺമെന്റ് കോളേജുകളുടെ നമുക്ക് ലിസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് സൈറ്റിൽ അവൈലബിൾ ആണ്. ഒപ്പം തന്നെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള കോളേജുകളുണ്ട്. എയ്ഡഡ് കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ നിയന്ത്രിതമായിട്ടുള്ള കോളേജുകളുണ്ട്. ഒപ്പം തന്നെ സ്വാശ്രയ കോളേജ്, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട്. അവിടെയും ഗവൺമെന്റ് മെറിറ്റുള്ള സീറ്റുകളുണ്ട്. സ്വാശ്രയ കോളേജുകളിലേക്കും പ്രവേശനം. ഈ 3 വിഭാഗങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എഞ്ചിനീയറിംഗിൽ വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. ഏതാണ്ട് 50-ലധികം ബ്രാഞ്ചുകൾ എഞ്ചിനീയറിംഗ് മേഖലയ്ക്കകത്തുണ്ട്. ബിഫാമിന്റെ അഡ്മിഷനും കൂടി ഇതേ റാങ്ക് ലിസ്റ്റ് നിന്നാണ് എടുക്കുന്ന കാര്യം കൂടി കുട്ടികൾക്ക് അറിയാമല്ലോ. ഒപ്പം തന്നെ ഈ പ്രധാനമായിട്ടും ഈ 50-ലധികം ബ്രാഞ്ചുകളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഉചിതമായ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നല്ല സാധ്യതകളെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയണം എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോഴുള്ള ട്രെൻഡ് അനുസരിച്ച് കോഴ്സുകൾ എടുത്താലുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 4 വർഷത്തിന് ശേഷം നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ ഏതാണ്ട് 4 വർഷമാവുമല്ലോ. ഈ 4 വർഷത്തിന് ശേഷം ഇതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് ചെറുങ്ങനെങ്കിലും നമുക്ക് ചെറിയ രൂപത്തിലെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം അതിന്റെ സാധ്യതകൾ കുറയുന്നൊരു ഇതിലേക്ക് വരും. അപ്പൊ നല്ല സാധ്യതകളുള്ള കോഴ്സുകൾ കുറച്ചുകൂടി മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് കമ്പ്യൂട്ടർ സയൻസിനും IT ഒക്കെ വലിയ ഒരു പ്രാധാന്യം ഈ അടുത്ത കാലത്ത് റീസെന്റ് ആയിട്ട് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്കനുസരിച്ചുള്ള ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും മെക്കാനിക്കൽ ആയാലും ഏത് സിവിൽ ആയാലും ഏത് കോഴ്സുകളായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കൃത്യമായി പിന്നെ പുതിയ ന്യൂജൻ കോഴ്സുകളുടെ ഒക്കെ ടൈപ്പ് പല കോഴ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട, ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി പോലെയുള്ള പുതിയ മേഖലകൾക്കകത്തുള്ള കോഴ്സുകളും ലഭ്യമാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾ അതിന്റെ എല്ലാ സാധ്യതകളും മനസ്സിലാക്കി അതിന്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ നൽകുന്നതിന് മുമ്പേ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ബ്രാഞ്ച് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോളേജാണ്. കോളേജുകൾ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ക്യാമ്പസ് സെലക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള സൗകര്യങ്ങളുള്ള കോളേജുകളിലേക്ക് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാവും. എന്റെ റാങ്ക് ഇത്രയാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും. അത് കൃത്യമായി പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2024 അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ ലഭ്യമാണ്.
ഏതാണ് ആ സൈറ്റ് എന്നുള്ളതാണ്. CEE.Kerala.gov.in എന്ന് പറയുന്ന സൈറ്റിനകത്ത് നമുക്ക് അതിന്റെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിലുള്ള റാങ്ക് ഓരോ കാറ്റഗറിയിലും, ജനറൽ വിഭാഗത്തിലായാലും അതേപോലെ ഓരോ കാറ്റഗറിയിലും, അത് OBC ആയാലും മുസ്ലിം ആയാലും മറ്റുള്ള ഏത് കാറ്റഗറി ആയി കഴിഞ്ഞാലും EWS ആയി കഴിഞ്ഞാലും എല്ലാ കാറ്റഗറിയിലുമുള്ള ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ അതന്നെ ആവണമെന്നില്ല ഈ വർഷം. അത് കുട്ടികൾ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതിന് അനുസരിച്ച് അതിനകത്ത് വേരിയേഷൻ ഉണ്ടാവും. എന്നാൽ ഏകദേശം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കോളേജുകളിൽ എത്രയാണ് ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് ഓരോ കാറ്റഗറിയിലും നിങ്ങളുടെ കാറ്റഗറി വെച്ച് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റുള്ള സ്വാശ്രയ കോളേജ് ആയാലും അല്ലെങ്കിൽ ഗവൺമെന്റ് നിയന്ത്രിത കോളേജുകളിലായി കഴിഞ്ഞാലും ലാസ്റ്റ് റാങ്ക് എത്രയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിലൂടെ CEE.Kerala.gov.in എന്ന് പറയുന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ അത് ഏകദേശം നോക്കി നിങ്ങളുടെ ബ്രാഞ്ച് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോഷർ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള അനുസരിച്ചുള്ള കോളേജുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതൊരു മുൻഗണനാ ക്രമത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കുന്നത്, മെക്കാനിക്കൽ എടുക്കുന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറ്റുന്ന കോളേജുകളുടെ ഒരു മുൻനിര ക്രമം ഉണ്ടാക്കുക എന്നതാണ്. അതിനുശേഷമാണ് നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഓപ്ഷനുകൾ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ മെക്കാനിക്കൽ അതിനുശേഷം അത് മാക്സിമം കോളേജുകൾ കൊടുത്ത് അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ബ്രാഞ്ചിനകത്തുള്ള ഇതേ ഓർഡറിലുള്ള കോമ്പിനേഷനുകൾ കോളേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാനും സാധിക്കുമെന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ലിമിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി ഓപ്ഷനുകൾ നൽകാനുള്ള സൗകര്യം കൂടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒപ്പം തന്നെ ഓപ്ഷനുകൾ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു മുൻഗണനാ ക്രമം ഉണ്ടാക്കിയെടുക്കുക. ബ്രാഞ്ചുകൾ വെച്ചിട്ട് അത് കോളേജുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു മുൻഗണനാ ക്രമത്തിലുള്ള ഒരു ഓപ്ഷനുകൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ കോഴ്സുകൾ അടക്കം വെച്ചുകൊണ്ട് സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഓപ്ഷനുകൾ ക്രമീകരിക്കാൻ എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ 2024 ഞാൻ പറഞ്ഞു 2024 ഓരോ സംവരണ വിഭാഗത്തിലെയും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. കാൻഡിഡേറ്റ് പോർട്ടൽ CEE.Kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറി കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ബിഫാമിന്റെ കാര്യങ്ങളും ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഇനി ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ സൈറ്റ് നിങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് ഈ കുട്ടികൾ ഇതിന്റെ കൃത്യമായി നോക്കി വെക്കണം. അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് ഓപ്ഷനുകളുടെ തീയതി നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഗവൺമെന്റ് കോളേജുകൾ ഏതാണ്ട് 12ഓളം ഗവൺമെന്റ് കോളേജുകളുണ്ട്. ഒപ്പം തന്നെ 25ഓളം ഗവൺമെന്റ് നിയന്ത്രിത കോളേജുകളുണ്ട്. 120-120-ലധികം സ്വാശ്രയ കോളേജുകളും എഞ്ചിനീയറിംഗ് വിഭാഗത്തിനകത്ത് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ വർഷമൊക്കെ ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്നാമത്തെ ഘട്ടത്തിനകത്ത് വരുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾ ഫീസ് അടക്കണം. നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർക്കാരിലേക്ക് അടക്കേണ്ട ഫീസ്, നിങ്ങൾ കോളേജിൽ പോകേണ്ടതൊന്നുമില്ല, സർക്കാരിൽ അടക്കേണ്ട ഫീസ് അടച്ചിട്ട് വേണം ഹയർ ഓപ്ഷന് നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. ഒന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഫീസ് അടക്കുക മാത്രം, ഫീസ് അടച്ച കുട്ടികൾക്ക് മാത്രമേ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവർ ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് ഔട്ടാവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഫീസ് അടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഒന്നാമത്തെ ഘട്ടത്തിൽ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ നിങ്ങൾ പോകേണ്ടതില്ല, ഓൺലൈനായി നിങ്ങൾക്ക് അതിന്റെ ഫീസ് കാര്യങ്ങൾ അടക്കാൻ വേണ്ടി സാധിക്കും. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിലനിൽക്കൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കോളേജുകളുടെ പേരൊക്കെ വെച്ച് കൃത്യമായിട്ട് എല്ലാ സൈറ്റിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അതേപോലെ ബിഫാമിന്റെയും 5ഓളം ഗവൺമെന്റ് കോളേജുകൾ ബിഫാം ഉണ്ട്, മെഡിക്കൽ കോളേജുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അതിന്റെ കൂടി ലിസ്റ്റ് തയ്യാറാക്കി വെച്ചാൽ ആ ബിഫാം പ്രിഫർ ചെയ്യുന്ന കുട്ടികൾ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. എഞ്ചിനീയറിംഗ് ആണ് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഏകദേശം എത്രയുണ്ട് നിങ്ങൾ നോക്കുക. റാങ്ക് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ റാങ്ക് വെച്ച് ഏകദേശം എവിടെയാണ് കഴിഞ്ഞ വർഷം ആ റാങ്കിന് കിട്ടിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് തയ്യാറെടുപ്പ് എങ്ങനെ നടത്താമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 വർഷത്തിന് ശേഷമുള്ള സാധ്യതകൾ കൂടി മനസ്സിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഓപ്ഷനുകൾ കൃത്യസമയത്ത്, അതുകൊണ്ട് സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ദാറ്റ് ഈസ് CEE.Kerala.gov.in.
അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് സൈറ്റിലൂടെ അറിയാൻ വേണ്ടി കഴിയും. കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അവർ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചുകളും കോളേജുകളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.